Okay, children, listen here. Page number 104. Our animal friends. Our animal friends. Look at the picture. എന്തൊക്കെയാണ് പിക്ചറിൽ ഉള്ളതെന്ന് നോക്കിയേ. ഷീപ്പ്, പിന്നെ കൗ, hen, dog, honeybee. പേരെന്താ? ബുക്കിന്റെയോ? എന്താ മോനെ, ബുക്കിന്റെ പേരാണോ മറുവാൻ ചോദിച്ചേ? സെമസ്റ്റർ 2 UKGയുടെ സെമസ്റ്റർ 2 ബുക്കിലെ പേജ് നമ്പർ 104 അവർ ആനിമൽ ഫ്രണ്ട്സ് ആണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എടുത്തോ? പേജ് കിട്ടിയോ? സെമസ്റ്റർ 2. സെമസ്റ്റർ 1 ഓൾറെഡി വി കംപ്ലീറ്റഡ്. സെമസ്റ്റർ 2 ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സെമസ്റ്റർ 2 ഇലെ പേജ് നമ്പർ 104 ആണ് മിസ് ഇന്ന് എടുക്കുന്നത്. 4 and 5 ആക്ടിവിറ്റി ആണ്. ഫൺ ടൈം. Fun time. Dip your thumb in different colors. Press it as a shot. സെമസ്റ്റർ 1 നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. തമ്പ് പല കളറിൽ ഇങ്ങനെ മുക്കുക. മുക്കിയതിന് ശേഷം ഇവിടെയൊക്കെ പ്രസ് ചെയ്യുക. See, like this. It's homework. Okay, it's homework. Write their homework. HW. First write their homework. HW. Right there like this. HW. I will show you. Look at the screen. HW. Like that. Write it. Homework. It's homework. HW means dip your thumb in different colors. പല തരത്തിലുള്ള നിറ കളറില് ഡിപ്പ് ചെയ്യാൻ. നെയില് ഡിപ്പ് ചെയ്തിട്ട്, സോറി, തമ്പ് ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇന്ന് നോക്കി, അപ്പൊ ഈ റാബിറ്റിന് നല്ല കളർ ആകും. മനസ്സിലായോ? അതാണ് ഹോംവർക്ക്. ഓക്കെ, ഡിപ്പ് യുവർ തമ്പ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് and press it as shown. Okay, it's homework. Do it. Not now. Classes Animal friends. Page number 104. Sheep gives us, first one, look at the first picture. Sheep gives us wool. Yes. Okay, first one, sheep gives us wool. ആരാണ് wool തരുന്നത് നമുക്ക്? ഷീപ്പ്. ഷീപ്പിൽ നിന്നാണ് ചെമ്മരി. ആടിനെ കണ്ടോ? ഓക്കെ, first one, first picture. Sheep gives us wool. Sheep gives us wool. Sheep means ചെമ്മരിയാട്. ചെമ്മരിയാട് അതായത് ചെമ്മരി ആടാണ്. സാധാരണ ആടല്ല, ചെമ്മരി ആട് എന്നാണ് ഷീപ്പിനെ നമ്മൾ പറയുന്നത്. ഇതിന്റെ വൂള്, ഇതുകൊണ്ടാണ് വൂളൻ ക്ലോത്ത്സ് ഒക്കെ തയ്യാറാക്കുന്നത്. ഷീപ്പിൽ നിന്നാണ്. ഓക്കെ, ചെമ്മരി ആടിന്റെ രോമം കൊണ്ടാണ് നമ്മൾക്ക് വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. തണുപ്പിനിടുന്ന സെറ്റർ, അതൊക്കെ വൂളൻ ക്ലോത്ത്സ് ആണ് അല്ലേ? വൂളൻ നൂലാണ്. വൂളൻ നൂലാണ് ഈ കാണുന്നത്. മനസ്സിലായോ? ഷീപ്പിൽ നിന്നാണ് നമ്മൾ ഷീപ്പിന്റെ രോമം, ചെമ്മരിയാട്, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്. ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഒക്കെ തയ്യാറാക്കുന്നത്. ഇതുപോലെയുള്ള നൂലിന്റെ ക്ലോത്ത്സ്, ഡ്രസ്സുകള്, വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നത് ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ്. മനസ്സിലായോ? ഫസ്റ്റ് വൺ. Second picture, cows and buffaloes gives us milk. ആരാണ് പാല് തരുന്നത്? Who gives us milk? പശു. Cow.
Yeah, cow gives us milk. Cow gives us milk. Who gives us milk? Cow. Cow. Okay, children. Yes. Cow gives us milk. Cowന്റെ പശുവിന്റെയും ബഫലോയുടെയും പാല് നമുക്ക് തരാറുണ്ട്. പിന്നെ ചിലര് ഗോട്ടിന്റെ പാലും കുടിക്കാറുണ്ട് അല്ലെ, ആടിന്റെ പാലും കുടിക്കാറുണ്ട്. നമുക്ക് ആരാണ് പാല് തരുന്നത്? കൗസ് ആൻഡ് ബഫലോസ് ആണ് നമുക്ക് പാല് തരുന്നത്. മനസ്സിലായോ? Did you understand? Yes or no? Yes. Yeah. Second picture. Who gives us milk? Cow. Cow. Cow and buffalo. God gives us milk. And third picture. Who gives us egg? Who gives us egg? Hen. Hen gives us egg. Hen gives us egg. ചിലരൊക്കെ ഡക്കിന്റെ താറാവിന്റെ മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. നമുക്ക് ഈ മുട്ട തരുന്നത് hen gives us egg. Cow gives us egg. Hen gives us egg. Cow gives us milk. Hen gives us egg. Cow gives us milk. Who gives us milk? Milk. Who gives us milk? Yeah, cow, buffalo, God gives us milk. And who gives us hen? Sorry, who gives us egg? Hen. Who gives us wool and clothes? Yeah. Who gives us wool? Yes, who gives us wool? Hen. Who gives us wool? Sheep. Yeah, sheep. Listen. Sheep gives us wool. Cow and buffalo gives us milk. Hen gives us egg. Sheep gives us wool. Cow and buffalo gives us milk. Hen gives us egg. Next, honeybees make honey. Who make honey? Honey, you know honey? തേൻ ആരാണ് മേക്ക് ചെയ്യുന്നത്? honeybees തേനീച്ചയാണ്. honeybees make. തേനീച്ചനെ വളർത്തുന്നുണ്ടോ? അപ്പൊ ആരാണ് തേൻ തരുന്നത്? അപ്പൊ എല്ലാരും എനിക്ക് തേൻ കൊണ്ടു തരുമല്ലോ അല്ലെ? ഗായത്രിയും വളർത്തുന്നുണ്ട്. ഓക്കെ ഗായത്രി, അപ്പൊ എനിക്ക് ഗായത്രിയുടെയും റിഷാന്റെയും വീട്ടിൽ വന്നാൽ തേൻ കിട്ടുമല്ലോ അല്ലെ? കിട്ടുമോ? ഓക്കെ. Honeybees make honey. Who make honey? Honeybees. Who make honey? Honeybees. Honeybees. Who make honey? Honeybees. And who gives us wool? Honeybees. Who gives us wool? Sheep. And who gives us egg? Who gives us egg? Hen. Who gives us milk? Who gives us milk? Cow and buffalo gives us milk. Hen gives us egg. Sheep gives us wool. Honeybee makes honey. ആരാണ് തേൻ ഉണ്ടാക്കുന്നത്? Honeybee. Honeybee means
Honeybee means തേനീച്ച. Then cow and buffalo, പശുവും എരുമയൊക്കെയാണ് നമുക്ക് gives us milk, പാൽ തരുന്നത്. Hen means കോഴി, കോഴി gives us milk. Sheep gives us wool. Sheep means ചെമ്മരിയാട് gives us wool. Wool and clothes ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. Next picture, donkeys carry loads. പണ്ടൊക്കെ ആരാണ് ലോഡ് ക്യാരി ചെയ്യുന്നത്? ഡോങ്കി. ഡോങ്കി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഈസ് ദിസ്? ഡോങ്കി ആരാണ്? ഡോങ്കി who is donkey? പണ്ടൊക്കെ കഴുതനെ യൂസ് ചെയ്യും. എന്തിനാണ്? ലോഡ്, കഴുതയുടെ പുറത്ത് ലോഡ് വെച്ചുകൊണ്ട് പോകും. ഇപ്പോഴൊക്കെ അല്ലേ വാഹനങ്ങളൊക്കെ ആയത്. മുമ്പ് ഒക്കെ എന്താണ്? ഡോങ്കി ക്യാരീസ് ലോഡ്സ്. ആൻഡ് തേർഡ് പിക്ചർ, dogs guard our house. Dog guard our house. എന്താണ്? വീടിന്റെ കാവൽക്കാരൻ ആരാണ്? Dog guard our house. നമ്മളില്ലാത്തപ്പോഴോ നമ്മളുള്ളപ്പോഴോ അകത്തൊക്കെ ഉള്ളപ്പോ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പട്ടി ഉണ്ടെങ്കിൽ കുരച്ച് നമ്മളെ അറിയിക്കുമില്ലേ? ആണോ? യെസ്, dog guard our house. നെക്സ്റ്റ്, our animal friends. ഇതൊക്കെ തരുന്നോണ്ട് നമ്മുടെ ആനിമൽസ് നമുക്ക് ആവശ്യമുള്ള ആനിമൽസ് ആണ് ഇതൊക്കെ. Sheep gives us wool. Cow and buffalo gives us milk. Hen gives us egg. Honeybees make honey. And donkey carry loads. Dog guard our house. മനസ്സിലായോ? Did you understand our animal friends? Yes. Miss, എന്റെ വീട്ടിൽ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, പട്ടിയുണ്ട്. ഓ, എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ആനിമല് ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന, നമ്മൾ സ്നേഹിച്ച് വളർത്തുന്നതാണ് അല്ലേ? കൗവ്, ഡോഗ്, ഹെന്ന്, ആട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പേര് പറഞ്ഞേ. മിസ്സേ, ഗായത്രിന്റെ വീട്ടിലുണ്ട്. ഓക്കെ ഗായത്രി. എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ? ഒന്ന് പറഞ്ഞേ. ഈ പുസ്തകത്തിൽ അല്ലാതെ ഒരുപാടുണ്ടല്ലേ? റാബിറ്റ്, ഹെൻ, ഡോഗ്, കൗ, Dog guard our house. Dogs guard our house. പട്ടികളാണ് നമ്മുടെ വീട് സേഫ് ആയിട്ട് സൂക്ഷിക്കും അല്ലേ? ആരെങ്കിലും ഒക്കെ വന്നാൽ, കള്ളന്മാരൊക്കെ വന്നാൽ പട്ടി കുരയ്ക്കും ഇല്ലേ? അപ്പൊ നമ്മൾ അറിയും, നമ്മൾ പുറത്ത് നിന്ന് നോക്കും. അങ്ങനെയാണ് ഡോഗിനെ നമ്മുടെ ഹൗസ് ഗാർഡ് ആയിട്ട്, ഡോഗ്സ് ഗാർഡ് അവർ ഹൗസ് ആയിട്ട് എല്ലാവരും പട്ടിയെ വളർത്തുന്നത്. Cows and buffaloes and goat gives us milk. Cows, buffalo, goat നമുക്ക് എന്ത് തരുന്നുണ്ട്? മിൽക്ക് തരുന്നുണ്ട്. Hens and ducks also gives us hen. Hens gives us egg. Sheep gives us wool. Wool and clothes, തണുപ്പിനൊക്കെ ഇടുന്ന സെറ്റ് കണക്കുള്ള ക്ലോത്ത്സ് നമ്മൾ ഷീപ്പിൽ നിന്നാണ്. ഷീപ്പ് മീൻസ് ചെമ്മരിയാട്. ചെമ്മരിയാടിന്റെ തോലിൽ കൊണ്ടാണ് നമ്മള് വൂളൻ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. വൂളൻ നൂല് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ആൻഡ് ഹണി ബീസ് മേക്സ് ഹണി. ഹണി ബീസ് മീൻസ് തേനീച്ച, makes honey. Okay, now I will show you one video about this. Push and wait. Continue. Okay, next, honeybee makes honey. We can see. Honeybee makes honey. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ നോക്കാം. Okay, listen here. Once again I will explain.
our animal friends. Sheep gives us wool. Sheep, who gives us wool? Who gives us wool? Who gives, okay, who gives us milk? Who gives us milk? Cow, buffalo, goat gives us milk. Who gives us eggs? Who gives us eggs? Yeah, very good. Hen gives us egg. Who makes honey? Who makes honey? Honeybee makes honey. Then who carry loads? Load, ഭാരമൊക്കെ എടുക്കുന്നത് ആരാണ് പണ്ടൊക്കെ? Who carry loads? Yeah, donkey. Very good. Donkey carry loads. Who guard our house? Who guard our house? Who guard? Yeah, dogs guard our house. Once again, listen here. Sheep gives us wool. Cow and buffalo and goat gives us milk. Hen gives us egg. Hen and duck also. And honey bees make honey. And donkey carry loads. And dogs guard our house. Okay. Did you understand about our animal friends? ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവരെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആനിമൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ? അവർ ആനിമൽസ് ആർ അവർ ആനിമൽ ഫ്രണ്ട്സ്. ആരൊക്കെയായിരുന്നു? ഷീപ്പ്, cow and buffalo, hen, honeybees makes honey, donkey carry loads, dog guard our house. Okay, children, it's time to wind up our class. Bye bye. Bye, Miss. Thank you. Welcome, Gayatri. Welcome all. Bye bye. See you. Bye, Miss. Bye. Bye, Miss. Bye bye. See you. See you. Okay.